മാതേശ്വരേ നമഃ. ഞാൻ ശ്രുതിയലമേലു, പാലക്കാട് അമൃത വിദ്യാലയത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഭഗവത്ഗീത ജയന്തിയോടനുബന്ധിച്ച് അയുത് സംഘടിപ്പിക്കുന്ന ഗീതാ ചലഞ്ചിൽ 2ാം അധ്യായമായ സാഖ്യയോഗത്തിലെ 18ാം ശ്ലോകമാണ് ഞാനിന്നിവിടെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. അന്ധവന്ത ഇമേ ദേഹാ വിദ്യസ്യോക്താ ശരീരിണഃ അനാശിനഃ അപ്രമേയസ്യ തസ്മാദുദ്ധ്യസ്വ ഭാരത. ഈ ഭൗതിക ദേഹത്തിന് നാശമുള്ളൂ. അതിൽ കുടികൊള്ളുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, അപരിമേയനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന, ഈ യുദ്ധം ചെയ്യുക. ഭൗതിക ദേഹത്തിന് നാശം സ്വാഭാവികമത്രേ. അത് പെട്ടെന്ന് സംഭവിച്ചേക്കാം. സമയത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. അതിനെ എന്നത്തേക്കുമാ നിലനിർത്തുക എന്നത് സാധ്യമല്ല തന്നെ. പക്ഷേ ജീവാത്മാവിനെ ശത്രുക്കൾക്ക് കൊല്ലാനാവില്ലെന്ന് മാത്രമല്ല, അതിനെ കാണാൻ പോലും സാധിക്കുകയില്ല. ആർക്കും അളക്കുവാനാവാത്ത വിധത്തിൽ അത് അത്രയും ചെറുതാണ്. ഭഗവതംശവും അണുമാത്രനുമായ ജീവാത്മാവിന് തന്റെ കർമ്മമനുസരിച്ചാണ് ഭൗതിക ദേഹം ലഭിക്കുന്നത്. ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന കർമ്മങ്ങൾ നാം നിറവേറ്റാൻ ബാധ്യസ്ഥരാണ്. സൂര്യപ്രകാശം പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് പോലെ ആത്മാവിന്റെ തേജസ് ഭൗതിക ദേഹത്തെയും പുലർത്തിപ്പോരുന്നു. അതായത് കർത്തവ്യ കർമ്മങ്ങൾ നാം ചെയ്തിരിക്കണം. നമ്മിൽ ഏൽപ്പിച്ച ദൗത്യം നാം നിറവേറ്റണം. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പഠനം എന്ന കർത്തവ്യം മൂല്യം ഉൾക്കൊണ്ട് പ്രവർത്തിച്ച്